ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോഡി മദ്രസയുടെയും കീഴിലുള്ള വിദ്യാർത്ഥികൾക്ക് മസായിലുൽ ഫിഖ് എക്സാമിന് ഉപകാരപ്പെടുത്താവുന്ന ഒരു ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വാർഷിക എക്സാം ചില മദ്രസകളിൽ പൊതുപരീക്ഷ നടത്തും 5ാം ക്ലാസ്സിൽ. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുത്താം. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കാം. നിങ്ങളുടെ കൈവശം ഏതെങ്കിലും മോഡൽ ചോദ്യപേപ്പറൊക്കെ PDF ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിലേക്ക് ഒന്ന് ഷെയർ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടാവുന്ന ചോദ്യപേപ്പർ ആക്കാം. എൻ്റെ മൊബൈൽ നമ്പർ 82 89 89 29 85. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ ശരിയടയാളപ്പെടുത്തണം. ജുമാ നിസ്കാരം ഫർളാണ്. ആർക്കാണ് ജുമാ നിസ്കാരം ഫർള്? പുരുഷന്മാർക്ക് ജുമാ നിസ്കാരം ഫർളാണ്. പിന്നെ എന്താ? നോമ്പുകാരന് പകൽ സമയത്ത് സുഗന്ധം ഒഴിവാക്കണം. എന്താണ്? നോമ്പിൻ്റെ സുന്നത്താണ് പകൽ സമയത്ത് സുഗന്ധം ഒഴിവാക്കൽ. അടുത്തത് എന്താണ്? ഞങ്ങൾക്ക് നൽകണമേ എന്നതിൻ്റെ അറബി എന്താണ്? ഹബുലന എന്നാണ്. ഞങ്ങൾക്ക് നൽകണമേ എന്നത് ഹബുലന. നമ്മൾ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുആ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തിൽ നക്റഉ നഫമു എന്നുണ്ട്. അവിടെയുള്ള മീനിങ് ആണ് ഇതുപോലെ വരാം. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ. അവിടെ വർഹംന, ഞങ്ങൾക്ക് കരുണ ചെയ്യണമേ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ. ദുനൂബ്, പാപങ്ങൾ. ഹസനത്തുൻ, നന്മ എന്നൊക്കെ വരുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? ഖുതുബയുടെ റുക്കുനുകൾ എത്രയാണ്? ഖുതുബയുടെ റുക്കുനുകൾ 5 ആണ്. ഖുതുബയുടെ ഷർത്തുകൾ 8 എണ്ണം. ഖുതുബയുടെ റുക്കിന് 5. അടുത്തത് എന്താണ്? ളുഹറിൻ്റെ സമയത്താവുക എന്നത് എന്താണ്? ഖുതുബയുടെ ഷർത്താണ്. ളുഹറിൻ്റെ സമയത്താവുക. അതുപോലെ ഔറത്ത് മറക്കുക, അറബി ഭാഷയിലായിരിക്കുക, നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക, ഏതും വരാം. അത് ഖുതുബയുടെ ഷർത്താണോ ഫർളാണോ സുന്നത്താണോ എന്നൊക്കെ ചോദിക്കും. മനസ്സിലായില്ലേ? ഖുതുബക്ക് 5 റുക്കുനുകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വലാത്ത് ചൊല്ലുക, അല്ലാഹു തആലയെ സ്തുതിക്കുക, അതൊക്കെ ഖുതുബയുടെ റുക്കുനാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. ഏതും മാറി വരാം. അടുത്തതെന്താ? ജുമുഅക്ക് ഉണ്ടായിരിക്കേണ്ട ആളുകളുടെ എണ്ണം 40 ആളുകൾ ഉണ്ടായിരിക്കണം. ജുമുഅക്ക് 40 ആളുകൾ ഉണ്ടായിരിക്കണം. അത് ഖുതുബയുടെ ഷർത്താണ്. പിന്നെ ചേരുംപടി ചേർക്കാനാണ്. നമുക്ക് ഫാത്തിഹയുടെ അർത്ഥം പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അവിടെ നിന്നാണിത് വന്നത്. സിറാത്തൽ മുസ്തഖീം. എന്താണ് സിറാത്തൽ മുസ്തഖീം എന്നതിൻ്റെ വന്നത്? എന്തായിരുന്നു? സിറാത്തൽ മുസ്തഖീം എന്താണ്? നേർമാർഗം. സിറാത്തൽ മുസ്തഖീം, നേർമാർഗം. അവിടെ നമ്മൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നീ ഞങ്ങളെ നേർവഴിയിൽ നടത്തണമേ എന്ന് മുഴുവനായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ നേർമാർഗം എന്നതാണ്. ഇയ്യാക നഅ്ബുദു എന്താണ്? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അതിൻ്റെ എഴുതാം. യൗമുദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാൾ. യൗമ്, ദിനം. അപ്പോൾ പ്രതിഫലം നൽകുന്ന നാൾ, ഓപ്ഷൻ ഇ. അടുത്തതാ അൻഅംത അലൈഹിം, സി എഴുതാം. അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവർ. അടുത്തതാ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അപ്പോൾ ഇത് ഫാത്തിഹ മുഴുവനായിട്ട് അർത്ഥം മനസ്സിലാക്കിയാലാണ് നമുക്ക് ഇതുപോലെ വന്നാൽ എഴുതാൻ കഴിയുള്ളൂ. മനസ്സിലാക്കുക. അടുത്തതിന് പൂരിപ്പിക്കാനാണ്. ശർഇയായ കാരണമില്ലാതെ ഡേഷ് ജുമുഅ ഒഴിവാക്കിയാൽ ഹൃദയത്തിൽ സീല് വെക്കും. എത്ര ജുമുഅയാണ്? 3 ജുമുഅ ഒഴിവാക്കിയാൽ ഹൃദയത്തിൽ സീല് വെക്കും. അടുത്തതാ ഹലാലായ ഡേഷ് കിലോമീറ്റർ ദൂരമുള്ള യാത്രയിൽ കസ്റാക്കി നിസ്കരിക്കാവുന്നതാണ്. എത്ര കിലോമീറ്റർ ആണ്? ഹലാലായ 132 കിലോമീറ്റർ ദൂരമുള്ള ഹലാലായ യാത്രയിലാണ്. 132 കിലോമീറ്റർ ദൂരമുള്ള ഹലാലായ യാത്രയിലാണ് കസ്റാക്കി നിസ്കരിക്കാവുന്നത്. അടുത്തത് എന്താണ്? ദഹബൽ ലമഉ വബതലത്തി ഡേഷ് വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. എന്താണ്? നോമ്പ് തുറക്കുമ്പോൾ ചൊല്ലൽ സുന്നത്തുള്ള ദിക്ർ. അല്ലാഹുമ്മ ലക സുംത വഅലാ റിസ്കിക അഫ്തർതു ദഹബൽ ലമഉ വബതലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതെന്നാണ് വന്നത്. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? നോമ്പ് അനുഷ്ഠിച്ചവന് അന്ത്യനാളിൽ ഡേഷ് ശുപാർശ ചെയ്യും. എന്താണ്?
റമലാൻ ശുപാർശ ചെയ്യും. നോമ്പ് അനുഷ്ഠിച്ചവന് അന്ത്യനാളിൽ റമലാൻ ശുപാർശ ചെയ്യും. അടുത്തതോ ഹലാലായ യാത്രയിൽ കിബിലക്ക് മുന്നിടൽ നിർബന്ധമില്ല. ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിൽ കിബിലക്ക് മുന്നിടൽ നിർബന്ധമില്ല. വെള്ളിയാഴ്ചയിൽ ആദ്യ സമയം മസ്ജിദിൽ എത്തുന്നവർക്ക് ദാനം ചെയ്ത പ്രതിഫലമുണ്ട്. വെള്ളിയാഴ്ച ആദ്യ സമയത്ത് മസ്ജിദിൽ എത്തുന്നവർക്ക് ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമുണ്ട്. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. ജംഉം കസ്റും പറ്റാത്ത നിസ്കാരം ഏത്? ഏതാണ്? സുബ്ഹി നിസ്കാരത്തിലാണ് ജംഉം കസ്റും പറ്റാത്ത നിസ്കാരം. സുബ്ഹി നിസ്കാരത്തിലാണ് ജംഉം കസ്റും പറ്റാത്തത്. അടുത്തത് എന്താണ്? പുരുഷന്മാർ ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കുന്നതിന്റെ വിധി എന്താണ്? ഫർള് കിഫായയാണ്. പുരുഷന്മാർ ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കൽ ഫർള് കിഫായയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഏത് ഭാഷയിലാണ് ഖുതുബ നിർവഹിച്ചത്? അറബി ഭാഷയിലാണ് ഖുതുബ നിർവഹിച്ചത്. അല്ലോല്ലീൻ എന്നതിൻ്റെ അർത്ഥം വലല്ലോല്ലീൻ എന്നതിൻ്റെ അർത്ഥം വഴി പിഴച്ചവരുടെ മാർഗത്തിൽ. അല്ലോല്ലീൻ എന്നതിൻ്റെ അർത്ഥം വഴി പിഴച്ചവരുടെ. അടുത്തതാ ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അശക്തരായവർ ആരാണ്? ദുആ ചെയ്യാത്തവരാണ്. ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അശക്തരായവർ ദുആ ചെയ്യാത്തവരാണ്. ജുമുഅ ദിവസം പ്രത്യേകം ഓതൽ സുന്നത്തുള്ള സൂറത്ത് ഏത്? സൂറത്തുൽ കൗഫ്. അടുത്ത ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. നോമ്പിൻ്റെ ഫർളുകൾ ഏതെല്ലാം? നോമ്പിൻ്റെ ഫർളുകൾ ഏതൊക്കെയാണ്? നോമ്പിൻ്റെ ഫർളുകൾ 2. എല്ലാ ദിവസവും രാത്രി നിയ്യത്ത് ചെയ്യൽ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കൽ, ഇവയാണ് നോമ്പിൻ്റെ ഫർളുകൾ. എല്ലാ ദിവസവും രാത്രി നിയ്യത്ത് ചെയ്യൽ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കൽ, ഇതാണ് നോമ്പിൻ്റെ ഫർളുകൾ. ഇരുന്ന് നിസ്കരിക്കുന്നവൻ എങ്ങനെയാണ് റുക്കൂ ചെയ്യേണ്ടത്? എങ്ങനെയാണ്? കാൽമുട്ടിൻ്റെ മുൻഭാഗത്തേക്ക് നെറ്റി നേരിടുന്ന നിലക്ക് കുനിഞ്ഞാൽ ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ റുക്കുവാകും. കാൽമുട്ടിൻ്റെ മുൻഭാഗത്തേക്ക് നെറ്റി നേരിടുന്ന നിലക്ക് കുനിഞ്ഞാൽ ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ റുക്കുവാകും. അടുത്ത ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ നിന്ന് 2 എഴുതുക. അർദ്ധരാത്രിയിലും ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവുമുള്ള ദുആ. പിന്നെ മഴ പെയ്യുമ്പോൾ അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ, റമളാൻ മാസത്തിൽ, ഇതൊക്കെ ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളാണ്. അതിൽ നിന്ന് 2 എഴുതുക. വെള്ളിയാഴ്ച സുബ്ഹിന് ശേഷം യാത്ര പോവൽ ഹറാമാണ്. ആർക്കാണ്? ജുമുഅ നഷ്ടപ്പെടുമെന്ന് വന്നാൽ വെള്ളിയാഴ്ച സുബ്ഹിന് ശേഷം യാത്ര പോവൽ ഹറാമാണ്. ജുമുഅ നഷ്ടപ്പെടുമെന്ന് വന്നാൽ വെള്ളിയാഴ്ച സുബ്ഹിന് ശേഷം യാത്ര പോവൽ ഹറാമാണ്. ഖുതുബ നിർവഹിക്കാതെ ജുമുഅ സ്വഹീഹാവുകയില്ല. എന്തുകൊണ്ടാണ്? ജുമുഅ നിസ്കാരം പോലെ ഒരു ഇബാദത്താണ് ഖുതുബ. ഖുതുബ നിർവഹിക്കൽ ജുമുഅയുടെ ഷർത്താണ്. ഷർത്തുകളും റുക്നുകളും സ്വഹീഹായാലാണ്. ജുമുഅ സ്വഹീഹാകണമെങ്കിൽ ഷർത്തുകളും റുക്നുകളും പാലിക്കണം. അപ്പം അടുത്തത് പിന്തിച്ച് ജംആക്കുന്നവൻ ഒന്നാമത്തെ നിസ്കാര സമയത്ത് എന്താണ് കരുതേണ്ടത്? പിന്തിച്ച് ജംആക്കുന്നവൻ ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്ത് ഈ നിസ്കാരത്തെ അടുത്തതിലേക്ക് പിന്തിച്ച് ജംആക്കുന്നു എന്ന് മനസ്സിൽ കരുതണം. ഈ നിസ്കാരത്തെ അടുത്തതിലേക്ക് പിന്തിച്ച് ജംആക്കുന്നു എന്ന് ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്ത് മനസ്സിൽ കരുതണം. നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് 2 എഴുതുക. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ തടിയുള്ള വല്ല വസ്തുവും ഉള്ളിലേക്ക് പ്രവേശിക്കുക, ഉണ്ടാക്കി ഛർദ്ദിക്കുക, പിന്നെ കഫം ഇറക്കുക, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും 2 എഴുതുക. ഇനി 5 വരി കുറയാതെ എഴുതാൻ. ജമാഅത്ത് നിസ്കാരത്തിൻ്റെ അദബുകൾ: ധൃതിയില്ലാതെ നടന്നു പോകുക, ഇഖാമത്തിന് ശേഷം എഴുന്നേൽക്കുക, സഫ് ശരിയാക്കുക, ആളുകൾക്കിടയിൽ വിടവില്ലാതിരിക്കുക, സഫുകൾക്കിടയിൽ 3 മുഴത്തിലധികം അകലമില്ലാതിരിക്കുക, ഇമാമിൻ്റെ കൂടെ ഒരു മഅ്മൂം മാത്രമാണെങ്കിൽ അല്പം പിറകിലായി വലതുഭാഗത്ത് നിൽക്കുക,
പിന്നീട് എത്തുന്നവർ ഇടതുഭാഗത്ത് നിൽക്കുക. ശേഷം രണ്ടുപേരും ഒന്നിച്ച് ഇമാമിന്റെ നേരെ പിറകിലേക്ക് സൊഫായി ഇറങ്ങി നിൽക്കുക. ഇവയെല്ലാം ജമാഅത്തിന്റെ സുന്നത്തുകളും അദബുകളുമാണ്. അപ്പം അത് അദബുകൾ വന്നാലും അതന്നെ എഴുതാ, സുന്നത്തുകൾ വന്നാലും അതന്നെ എഴുതാ. ഇനി സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവ്. വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് എഴുതണം. വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണ്. വിശ്വാസികളുടെ ആഘോഷ ദിവസമാണ്. പുരുഷന്മാർ നേരത്തെ പള്ളിയിൽ എത്തിച്ചേരും. വെള്ളിയാഴ്ചയിൽ ആദ്യ സമയത്ത് പള്ളിയിലെത്തുന്നവർക്ക് ഒട്ടകത്തെ അറുത്തു ദാനം ചെയ്ത പ്രതിഫലവും, പിന്നീട് വരുന്നവർക്ക് മാടിനെ അറുത്തു ദാനം ചെയ്ത പ്രതിഫലവും, ശേഷം വരുന്നവർക്ക് ആടിനെ അറുത്തു ദാനം ചെയ്ത പ്രതിഫലവും, തുടർന്ന് വരുന്നവർക്ക് കോഴിയെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലവും, അതിനുശേഷം വരുന്നവർക്ക് ഒരു കുരുവിയെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലവും, അതിനുശേഷം വരുന്നവർക്ക് ഒരു കോഴിമുട്ട ദാനം ചെയ്ത പ്രതിഫലം ലഭിക്കും. പ്രഭാതം മുതൽ ഇമാം ഖുതുബക്ക് മിംബറയിൽ കയറുന്നത് വരെയുള്ള സമയം 6 ആയി ഭാഗിച്ചുകൊണ്ടാണ് ഈ പ്രസ്തുത കർമ്മം കണക്കാക്കുന്നത്. വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്ത് ഉള്ള ഒരു പ്രത്യേക സമയമുണ്ട്. ഒരാഴ്ചയുടെ പാപം പുറക്കാൻ ജുമുഅ കാരണമായി തീരും. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള സ്വതന്ത്രനും ശർഈയായ ഉദറുകളില്ലാത്ത എല്ലാ പുരുഷന്മാർക്കും ജുമുഅ നിർബന്ധമാണ്. അതൊക്കെ ചേർത്ത് വെള്ളിയാഴ്ചയെക്കുറിച്ച് നമുക്ക് 5 വരി കുറയാതെ എഴുതാം. പിന്നെ ഖുതുബ അറബി ഭാഷയിലാവൽ. ഖുതുബ എന്നതിനെ കുറിച്ചിട്ട് ഇതേപോലെ എഴുതാൻ വരാം. അപ്പോൾ ഖുതുബയെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ച പാഠത്തുനിന്ന് എഴുതാം. ഖുതുബയുടെ ഷർത്തുകൾ, ഖുതുബയുടെ റുക്കുനുകൾ, അതൊക്കെ വരാം. പിന്നെ ജംഉം കസ്റും ആ പാഠം നന്നായി മനസ്സിലാക്കുക. നോമ്പിനെ കുറിച്ച് എഴുതാൻ വരാം. ജമാഅത്ത് നിസ്കാരം, ജമാഅത്ത് നിസ്കാരത്തെ കുറിച്ചിട്ട് എഴുതാൻ വരും. അള്ളാഹു താലയുമായുള്ള അഭിമുഖ സംഭാഷണമാണെന്ത്? നിസ്കാരം. അതിനെക്കുറിച്ചിട്ട് എഴുതാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അതൊക്കെ മനസ്സിലാക്കുക. ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങൾ. അപ്പോൾ നിങ്ങൾ 7ാമത്തെ പാഠം മുതലാണ് ഈ എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് മുതലുള്ള ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.